അസ്സലാമു അലൈക്കും. സൂറത്തു നൂർ 41 മുതൽ 64 വരെയുള്ള ആയത്തുകൾ. വാനഭൂവനങ്ങളിലുള്ളവരും ചിറക് വിടർത്തി പറക്കുന്ന പറവകളുമെല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലയോ? ഓരോന്നിനും അതിൻ്റെ നമസ്കാരവും സ്തോത്രവും അറിയാം. അവ ചെയ്യുന്നതെന്തെന്ന് അള്ളാഹുവിനും അറിയാം. എല്ലാ സൃഷ്ടികൾക്കും അവയുടേതായ ആരാധനാ രീതിയുണ്ട്, ഭാഷയുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനു മാത്രമാകുന്നു. എല്ലാം തിരിച്ചെത്തേണ്ടതും അവങ്കിലേക്ക് തന്നെ. നീ കാണുന്നില്ലയോ? അള്ളാഹു മേഘങ്ങളെ മന്ദം മന്ദം ചലിപ്പിക്കുന്നു, എന്നിട്ട് അവയെ കൂട്ടിയിണക്കുന്നു, പിന്നെ ഘനീഭവിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മഴത്തുള്ളികൾ ഉതിർന്നു വീഴുന്നതും കാണും. വെണ്ണിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളിൽ നിന്ന് ആലിപ്പഴങ്ങളും വർഷിക്കുന്നു. അവനിച്ഛിക്കുന്നവർക്ക് അതിനാൽ ആപത്തോ ഏൽക്കുന്നു. അവനിച്ഛിക്കുന്നവരിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ മിന്നൽ പിണരുകൾ കണ്ണുകളെ പോക്കുമാറാവുന്നു. മേഘങ്ങൾ മന്ദഗതിയിൽ ഒഴുകി നടക്കുന്നതിൽ ദൈവികമായ വലിയ യുക്തിയുണ്ട്. അവ സൂപ്പർസോണിക് വിമാനങ്ങൾ പോലെ അതിവേഗം പറന്നു നടക്കുകയാണെങ്കിൽ തമ്മിൽ അതിശക്തമായി കൂട്ടിമുട്ടുകയും ഘോരമായ ഇടിയും മിന്നലും നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. വല്ലപ്പോഴും ഉണ്ടാവുന്ന ഇടിവെട്ടിൻ്റെ വിപത്ത് നമുക്കറിയാം. നീരാവിയായി ഉയരുന്ന ജലം മേഘരൂപത്തിൽ സഞ്ചരിച്ച് തണുത്ത അന്തരീക്ഷത്തിൽ എത്തുമ്പോഴാണ് മഴയായി പെയ്തിറങ്ങുന്നത്. അന്തരീക്ഷത്തിന് തണുപ്പ് കൂടുമ്പോൾ ജലഗണങ്ങൾ തണുത്ത് മഞ്ഞ് ശകലങ്ങളായി ഉതിർന്നു വീഴുന്നു. അതിലും കൂടിയ തണുപ്പുണ്ടാവുമ്പോൾ ജലമായി തീർന്ന നീരാവി ഐസ് കട്ടകളായി ഉറയ്ക്കുകയും അവ പൊട്ടിച്ചിതറി താഴെ വീഴുകയും ചെയ്യുന്നു. ക്രമിക്കേടിൻ്റെ സാധ്യതയിലാണ് ക്രമത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും വെളിപ്പെടുന്നത്. ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ ഒരു നാൾ ഈ പ്രകൃതിയുടെ താറുമാറാകാനുള്ള സാധ്യതയുടെ മുന്നറിയിപ്പാവുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു അതൊരു ക്രമത്തിൽ കൊണ്ടുപോകുന്നു. അള്ളാഹു അവൻ്റെ പ്രകൃതിയെ ചിലപ്പോൾ ക്രമം തെറ്റി ചലിപ്പിക്കുന്നു. അള്ളാഹു രാപ്പകലുകൾ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉൾക്കാഴ്ചയുള്ളവർക്ക് തിരിച്ചറിവായും ഇതിൽ മഹത്തായ പാഠമുണ്ട്. വർഷത്തിൽ ഓരോ നാളിലും രാത്രിക്കും പകലിനും നിശ്ചയിച്ചിട്ടുള്ള സമയദൈർഘ്യത്തിൽ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം പോലും സംഭവിക്കുന്നില്ല. അള്ളാഹു സകല ജീവജാലങ്ങളെയും ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതിൽ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവയുണ്ട്, ഇരുകാലിൽ നടക്കുന്നവയുണ്ട്, 4 കാലിൽ നടക്കുന്നവയുമുണ്ട്. അള്ളാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അള്ളാഹു സർവ്വസംഗതിക്കും കഴിവുള്ളവനല്ലോ. യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു തരുന്ന സൂക്തങ്ങൾ അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് നാം. എന്നാൽ അള്ളാഹു നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത് അവനിച്ഛിക്കുന്നവരെയാകുന്നു. ഖുർആനിലൂടെ സന്മാർഗം തേടുന്നവർക്ക് അത് കണ്ടെത്താനുള്ള കവാടം അള്ളാഹുവിൻ്റെ നടപടി അനുസരിച്ച് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ സന്മാർഗത്തെ ധിക്കാരത്തോടെ അവഗണിച്ചു കളയുന്നവർ അവരുടെ ജഡികാസക്തികളുടെ കൂരിരുട്ടിൽ തന്നെ വഴിതെറ്റി അലഞ്ഞുകൊണ്ടിരിക്കും. അർഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും സന്മാർഗം ലഭിക്കാനുള്ള അവൻ്റെ വേണ്ടുകയുണ്ടാവുക. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യത്തെ അനുസ്മരിച്ച ശേഷം ആ ചൈതന്യത്തോട് ജനങ്ങൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ചിലർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തങ്ങൾ സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കുകൾ അനുസരിക്കുന്നവരുമാണെന്ന് അവകാശപ്പെടുന്നു. ചിലർ മുസ്ലിം സമുദായത്തിൽ അംഗമാകുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ നേടാൻ ആ മതത്തിൻ്റെ അനുയായികളാണെന്ന് വാദിക്കുന്നു. വേറെ ചിലർ ഈ ദീനിനെ തകർക്കുന്നതിനു വേണ്ടി അതിൽ കടന്നുകൂടിയ കപടന്മാരാണ്. ഇങ്ങനെയുള്ളവരൊന്നും യഥാർത്ഥ സത്യവിശ്വാസികളാവുന്നില്ല. കേവലമായ അവകാശവാദമല്ല സത്യവിശ്വാസം, അതായത് ഈമാൻ. മൂമിനിൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്കുകൾക്ക് വിധേയമാക്കലുമാണ് ശരിയായ ഈമാൻ. ഷഹാദത്ത് കലിമ മനസ്സിൽ കരുതിയതുകൊണ്ടോ നാവുകൊണ്ട് മൊഴിഞ്ഞതുകൊണ്ടോ ഇത് സാധിക്കുകയില്ല. ഈമാനിൻ്റെ മാറ്റ് തെളിയിക്കപ്പെടുന്നത് ദൈവിക വിധിവിലക്കുകളോടുള്ള അനുസരണത്തിലൂടെയാണ്. സത്യവിശ്വാസം വാദിക്കുകയും വിശ്വാസം താല്പര്യപ്പെടുന്ന ജീവിതക്രമം നിരസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്തും ധാരാളമുണ്ട്.
കാപട്യവും വിശ്വാസത്തിൻ്റെ ദൗർബല്യവുമാണ് കാരണം. സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾ, പാരമ്പര്യ പ്രേമം തുടങ്ങിയ മറ്റു ഘടകങ്ങളുമുണ്ട്. ന്യായം തങ്ങൾക്ക് അനുകൂലമാണെന്ന് കാണുമ്പോൾ മാത്രം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാവുകയും മറിച്ച് ഇസ്ലാമിക നീതി തൻ്റെ സങ്കുചിത താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഉതകുന്നതല്ലെന്ന് കാണുമ്പോൾ നിസ്സങ്കോചം നിരാകരിക്കുകയും ചെയ്യുന്നവരും യഥാർത്ഥ വിശ്വാസികളല്ല. ഈമാനിൻ്റെ അനിവാര്യ ഘടകമാണ് പ്രവാചകനോടുള്ള അനുസരണം. റസൂലിലൂടെയാണ് അള്ളാഹുവിനെയും അവൻ്റെ വിലക്കുകളെയും അറിയുന്നത്. പ്രവാചകനെ നിഷേധിച്ചതുകൊണ്ട് ആർക്കും സത്യവിശ്വാസിയാകാനാവില്ല. അതുകൊണ്ടാണ് കലിമത്തു തൗഹീദിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിട്ട ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രയോഗിക്കുകയും വേണം. പ്രവാചകനെ അനുസരിക്കുന്നവർ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അതുപോലെ റസൂല ഫഖദ് അതാ അല്ലാഹ്. അതുപോലെ തന്നെ റസൂലിനെ ധിക്കരിക്കുന്നവൻ തീർച്ചയായും ധിക്കരിക്കുന്നത് അള്ളാഹുവിനെയാകുന്നു. വാക്കുകൊണ്ട് വിശ്വസിക്കുകയും കർമ്മത്തിൽ കൊണ്ടുവരികയും ചെയ്യാത്തതിന് കാരണങ്ങൾ സൂചിപ്പിക്കുകയാണ്. അവരുടെ മനസ്സിൽ ദീനമുണ്ടോ? അത് കാപട്യമാകാം, അസൂയ, സംശയം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തുടങ്ങിയ പലതുമാകാം. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ സങ്കുചിതമായ താല്പര്യങ്ങളെയോ വ്യക്തിപരമായ നഷ്ടങ്ങളെയോ സംബന്ധിച്ച ചിന്ത അവരെ ഒട്ടും പിന്തിരിപ്പിക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ലഭിക്കുന്ന വിധിയാണ് തങ്ങളുടെ ഇഹപര താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുക എന്ന ഉറച്ച വിശ്വാസമാണ് അവരെ നയിക്കുന്നത്. കപടവിശ്വാസികളെ കുറിച്ച് പറയുന്നു, അങ്ങ് കൽപ്പിച്ചാൽ ഞങ്ങൾ തീർച്ചയായും പുറപ്പെട്ടുകൊള്ളാം. അതായത് യുദ്ധത്തിനായിട്ട് വിളിക്കുമ്പോൾ അവരങ്ങനെ പറയും. ഇതേപോലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ പരസ്യവും പരോക്ഷവുമായ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനെ അതുകൊണ്ടൊന്നും പറ്റിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. ദൈവിക സന്ദേശം വ്യക്തമായി എത്തിച്ചു തരുന്നതിൽ കവിഞ്ഞ ഒരു ഉത്തരവാദിത്വവും ദൈവദൂതനിലില്ല. നിങ്ങളിൽ ചുമത്തപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ്. ഈ സൂറ അവതരിപ്പിക്കുന്ന കാലത്ത് മദീനയിൽ കപടവിശ്വാസികളും ദുർബല വിശ്വാസികളും ഏറെ ഉണ്ടായിരുന്നു. ഏകദൈവത്തിലും പ്രവാചകത്വത്തിലും വിശ്വാസമുണ്ടെങ്കിലും ഈ പ്രസ്ഥാനം വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കാൻ മടിച്ചവരാണ് ദുർബല വിശ്വാസികൾ. കപടന്മാർ സൃഷ്ടിക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളുടെയും അറേബ്യൻ ഗോത്രങ്ങൾ ഉയർത്തുന്ന ആക്രമണ ഭീഷണികളുടെയും നിഴലിലായിരുന്നു അന്ന് മുസ്ലിങ്ങൾ. അതവരെ ഭയപ്പെടുത്തിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഖാക്കളും മദീനയിലെത്തുകയും അൻസാറുകൾ അവർക്ക് അഭയം നൽകുകയും ചെയ്തപ്പോൾ അറബികൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായി. അന്ന് ആയുധം തലയണയാക്കി അല്ലാതെ മുസ്ലിങ്ങൾക്ക് ഉറങ്ങാനോ ആയുധം എടുത്തല്ലാതെ ഉണരാനോ കഴിയുമായിരുന്നില്ല. അവർ പറയുമായിരുന്നു, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാതെ നിർഭയരായി സമാധാനത്തോടെ ഉറങ്ങാനുതകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുമോ? ഈ സന്ദർഭത്തിലാണ് വഅദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് അവതരിപ്പിച്ചത്. നിങ്ങളിൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവരെ ഭൂമിയിൽ പ്രതിനിധികളാക്കുന്നതാകുന്നു. അവർക്ക് മുമ്പുണ്ടായിരുന്ന സത്യവിശ്വാസികളെ പ്രതിനിധികളാക്കിയതുപോലെ അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടരുളിയ ധർമ്മം സ്ഥാപിച്ചു കൊടുക്കുന്നതാകുന്നു. അവരുടെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥയെ സുരക്ഷിതാവസ്ഥയാക്കി മാറ്റുകയും ചെയ്യും. ഇസ്ലാമിലെ ഖിലാഫത്ത് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണമാണിത്. ഇതുപോലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് പൂർവ്വ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ ഭൂമിയിൽ പ്രതിനിധികളായി വാഴിക്കപ്പെട്ടത്. പരീക്ഷണങ്ങളെ നേരിടാൻ തയ്യാറില്ലാത്തവരും നേരിടുന്നതിൽ വീഴ്ച പറ്റുന്നതും വിജയ സ്വഭാവനം പ്രാപിക്കാൻ അർഹരാക്കുന്നില്ല. സത്യസന്ധമായ ഈമാനും സൽക്കർമ്മവുമാണ് ഇവിടെ ഖിലാഫത്തിന്റെ മുഖ്യ ഉപാധിയായി പരാമർശിച്ചിരിക്കുന്നത്. സത്യസന്ധമായ വിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ് സൽക്കർമ്മങ്ങൾ. സത്യവിശ്വാസികൾ ആദ്യഘട്ടത്തിൽ പീഡനങ്ങളും പരിഹാസങ്ങളും ഭീഷണികളും നേരിടേണ്ടി വരും. എന്നാൽ ആ അവസ്ഥ ശാശ്വതമല്ല. ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കാനുള്ള പ്രയാണത്തിന്റെ ഭാഗമാണത്. പ്രയാണം പൂർത്തിയാകുമ്പോൾ അവർ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളായി നിശ്ചയിക്കപ്പെടുക തന്നെ ചെയ്യും. കാലക്രമത്തിൽ ഖിലാഫത്തിന് നേതൃത്വം നൽകുന്നവർ യഥാർത്ഥ ഖിലാഫത്തിൽ നിന്നും വ്യതിചലിച്ചു തുടങ്ങി.
അതിൻ്റെ ഫലമായി അവർ വീണ്ടും ദുർബലരും നിന്ദിതരുമായി തുടങ്ങി. വിഭവങ്ങളുടെ കാര്യത്തിൽ പിന്നോക്കമല്ലെങ്കിലും ആഗോള വ്യവസ്ഥയിൽ മുസ്ലിങ്ങൾക്ക് ഒരു സ്വാധീനവും ഇല്ലാതായി. അള്ളാഹു ഏൽപ്പിച്ച ഖിലാഫത്തിൽ നിന്നും അതിൻ്റെ ചുമതലകളിൽ നിന്നും പുറത്തു കടന്നു എന്നതാണ് യഥാർത്ഥ കാരണം. ഖിലാഫത്ത് ഏറ്റെടുക്കാനും അതിൻ്റെ ചുമതലകൾ നിർവഹിക്കാനും തയ്യാറാവുകയാണ് പരിഹാരം. അധിക ജനവും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദേശീയ പാരമ്പര്യങ്ങൾക്കും വംശീയതയ്ക്കും അവരവർക്ക് കൗതുകം തോന്നുന്ന ഭൗതിക നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കുമാണ്. അള്ളാഹു അനുശാസിച്ച ധർമ്മങ്ങളും വിധിവിലക്കുകളും പഴഞ്ചനും അപ്രായോഗികവുമാണെന്ന് കരുതുന്നു. മനസ്സിൽ കൂടിയിരിക്കുന്ന വിശ്വാസ ദൗർബല്യത്തിൻ്റെ കാപട്യത്തിൻ്റെയും ഭീതിയുടെയും അഴുക്ക് കഴുകിക്കളയാനുള്ള വഴി നമസ്കാരം, സക്കാത്ത്, പ്രവാചകനെ നിരുപാധികം പിന്തുടരൽ എന്നിവയാണ്. വൻശക്തികൾക്കും മഹാവീര പരാക്രമികളുടെയും കണ്ട് അവർ എന്നെന്നും വിജയിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹു നിശ്ചയിച്ച അവധി വരെ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതെത്തിയാൽ ആരും ഒന്നും ചെയ്തില്ലെങ്കിലും അവർ തകർന്നു പോകും. ദൈവവിരുദ്ധ ശക്തികളുടെ തകർച്ച ഈ ലോകത്ത് നിങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും പരലോകത്ത് അവരുടെ നിത്യവാസം നരകത്തിലായിരിക്കും. സത്യവിശ്വാസം കൈക്കൊണ്ടവരെ നിങ്ങളുടെ അധീനതയിലുള്ള സ്ത്രീ പുരുഷന്മാരും പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികളും 3 നേരങ്ങളിൽ നിങ്ങളെ സമീപിക്കാൻ സമ്മതം ചോദിക്കേണ്ടതാവുന്നു. പ്രഭാത നമസ്കാരത്തിനു മുമ്പും മധ്യാഹ്നത്തിൽ നിങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുമ്പോഴും ഇശാ നമസ്കാരത്തിന് ശേഷവും നിങ്ങളുടെ 3 സ്വകാര്യ സമയങ്ങളാണത്. ഇതല്ലാത്ത സമയങ്ങളിൽ നിങ്ങളോ അവരോ സമ്മതം തേടാതെ സമീപിക്കുന്നതിന് വിരോധമില്ല. സ്വകാര്യതയ്ക്ക് 3 തലങ്ങളുണ്ട്: സാമൂഹികം, കുടുംബപരം, വ്യക്തിപരം. സമൂഹത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കുന്നത് അതേസമയം അന്യരോട് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നാം കുടുംബവുമായി പങ്കുവെക്കുന്നു. ഇതാണ് സ്വകാര്യതയുടെ 2ാമത്തെ തലം. ചില കാര്യങ്ങൾ വ്യക്തികൾ ആരുമായും പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം ഭാര്യയുമായും ഭർത്താവുമായും പോലും പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വകാര്യങ്ങൾ വ്യക്തികൾക്കുണ്ടാവും. ഇവയെല്ലാം മാനിക്കപ്പെടേണ്ടതാണ്. ഈ 3 സമയങ്ങളിൽ തനിച്ചോ തങ്ങളുടെ ഭാര്യമാരുടെ കൂടെയോ ആയിരിക്കും. തത്സമയം വീട്ടിലെ കുട്ടികളോ പരിചാരകരോ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നത് ശരിയല്ല. കുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. അവർ നഗ്നത കാണാൻ ഇടവരരുത്. കുട്ടികൾ പ്രായപൂർത്തി പ്രാപിച്ചാൽ മുതിർന്നവർ സമ്മതം ചോദിക്കുന്നത് പോലെ അവരും സമ്മതം ചോദിക്കേണ്ടതാവുന്നു. അതായത് നേരത്തെ പറഞ്ഞ 3 സമയങ്ങളിൽ പുറമെ മറ്റു സമയങ്ങളിലെല്ലാം അവർ അടുത്ത ബന്ധുക്കളാവട്ടെ അന്യരാവട്ടെ അനുവാദമില്ലാതെ അവരുടെ മുറികളിൽ കടന്നു ചെന്ന് സ്വകാര്യതയെ ഹരിക്കാൻ പാടുള്ളതല്ല. യൗവനം പിന്നിട്ട് ഇരിപ്പിലായ ലൈംഗിക താല്പര്യമില്ലാത്ത സ്ത്രീകൾ ചന്തം കാട്ടാനല്ലാതെ മേൽവസ്ത്രങ്ങൾ ഊരിവെക്കുന്നതിനും വിരോധമില്ല. എന്നാൽ സഭ്യതയും മാന്യതയും സൂക്ഷിക്കുന്നത് തന്നെയാകുന്നു അവർക്ക് ഏറെ ഗുണകരം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അന്ധനോ മുടന്തനോ രോഗിയോ ഏത് വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നതിനും വിരോധമില്ല. വികലാംഗരും രോഗികളും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹാനുഭൂതിയും സഹകരണവും അവകാശപ്പെട്ടവരാണ്. അംഗവൈകല്യവും രോഗവും ഉപജീവനത്തിൽ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് ആ കുറവുകളില്ലാത്തവരുടെ ബാധ്യതയുമാകുന്നു. അവർക്ക് ആരുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാം. മുൻ സൂക്തത്തിൽ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ സ്വന്തം വീടെന്നോണം പെരുമാറാൻ സ്വാതന്ത്ര്യമുള്ള അടുത്ത ബന്ധുക്കൾ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇനി അടുത്ത് ബന്ധുക്കൾക്ക് മുൻകൂട്ടി സമ്മതം ചോദിക്കാതെ ബന്ധുക്കളുടെ വീടുകളിൽ പോകാനും ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. സലാം പറഞ്ഞ് കയറണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ആയത്തിൽ പറഞ്ഞിരുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ ഒരു ആയത്തിൽ പറഞ്ഞത് അകന്ന ബന്ധുക്കളെ കുറിച്ചിട്ടാണ്. അവർ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിയമം. ഇനി നേരെ മറിച്ച് അടുത്ത ബന്ധുക്കൾക്കാണെങ്കിൽ അവർക്ക് മുൻകൂട്ടി സമ്മതം ചോദിക്കാതെ ബന്ധുക്കളുടെ വീടുകളിൽ പോകാനും ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. സലാം പറഞ്ഞ് കയറണം എന്നൊരു നിബന്ധനയാണ്. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ അകന്ന് പോവുകയുള്ളൂ.
പ്രവാചകനോടൊപ്പം ഒരു പൊതു സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അനുമതി ചോദിക്കാതെ പിരിഞ്ഞു പോകരുത്. പ്രവാചകന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വരുന്ന ദീനി നേതൃത്വങ്ങളുടെ സഭയിലുമെല്ലാം ഈ മര്യാദ നിർബന്ധമായി പാലിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ വിളിയെ സഗൗരവം കേൾക്കുകയും അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിന്റെ വിളി കേട്ട് എത്തുന്നവർ അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അതിനുശേഷമേ പിരിഞ്ഞു പോകാവൂ. പ്രവാചകന്റെ സഭയിൽ മുനാഫിക്കുകൾ ആദ്യം എത്തി തങ്ങൾ ഹാജരുണ്ടെന്ന് പ്രവാചകനെയും മറ്റുള്ളവരെയും കാണിക്കും. പിന്നെ മറ്റുള്ളവരുടെ പിന്നിലേക്ക് വലിഞ്ഞു ഊരി ചാടി സ്ഥലം വിടും. അങ്ങനെയുള്ളവർ ക്ലേശത്തിൽ അകപ്പെടുകയോ വേദനയേറിയ ശിക്ഷയ്ക്ക് വിധേയമാവുകയോ ചെയ്യാൻ പോകുന്നു എന്ന് താക്കീത് നൽകുന്നു. അതായത് അവരുടെ കാപട്യം തുറന്ന് കാട്ടപ്പെട്ട് ജനദൃഷ്ടിയിൽ അപമാനിതരും ജനദൃഷ്ടിയിൽ നികൃഷ്ടരായിത്തീരുകയോ പാരത്രിക ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. ജമാഅത്തില്ലാതെ ഇസ്ലാമില്ല, നേതൃത്വമില്ലാതെ സമാജമില്ല, അനുസരണമില്ലാതെ നേതൃത്വമില്ല. പ്രവാചകന് ശേഷം വരുന്ന നേതൃത്വത്തെയും നമ്മൾ അനുസരിക്കേണ്ടതാണ്. അവസാന ആയത്തിൽ പറയുന്നു, വാനഭുവനങ്ങളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റേതാകുന്നു. നിങ്ങൾ ഏതവസ്ഥയിലാണുള്ളതെന്ന് തീർച്ചയായും അവനറിയാം. സൃഷ്ടികൾ അവങ്കിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന നാളിൽ ഈ ലോകത്ത് അവർ ചെയ്ത കർമ്മങ്ങളൊക്കെയും അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാവുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി അറിയുന്നവനല്ലോ.